നമ്മൾ നാരങ്ങയില ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ തേങ്ങ കിടന്ന് നല്ലതുപോലെ നമ്മുടെ തേങ്ങയുടെ കൂടെ തന്നെ നമ്മുടെ നാരങ്ങയിലയും മുരിഞ്ഞു വരും. നമ്മുടെ കറിയൊന്നൊഴിച്ച് അപ്പോൾ നമ്മൾ ഈ നാരകത്തിൻ്റെ ഇല വെച്ച് ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ ഈ നാരകം ഇവിടെ നമ്മൾ നട്ട് പിടിപ്പിച്ച നാരകമല്ല. ഈ നാരകം നമ്മൾ പിന്നെ ലിജി ആസ്പത്രിയിലാവുന്നതിന് മുമ്പ് നമ്മൾ കുറേ മുളക് തൈകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചാക്കിനകത്ത്. അപ്പോൾ ആ മുളക് തൈക്കകത്ത് എങ്ങനെയോ ഒരു നാരങ്ങയുടെ വേസ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഈ പിന്നെ മുളക് തൈയുടെയൊക്കെ എല്ലാ ചെടിയുടെയും ചുവട്ടിലിടുമായിരുന്നു. അങ്ങനെ എങ്ങനെയോ ആണ് ഈ നാരകം ഇവിടെ പിടിച്ചു വന്നത്. അപ്പോൾ പിടിച്ചു വന്ന് എത്രയും ഉപ്പ് വന്നണൊക്കെ നമ്മുടെ മുളകെല്ലാം നശിച്ചു പോയണൊക്കെ ഈ നാരകം മാത്രം ഇവിടെ പിടിച്ചു വന്നു നല്ല രീതിയിൽ ഇത്രയും നല്ലതുപോലെ. ഇപ്പം ഈ ഉണക്കായതുകൊണ്ട് ഇലയൊക്കെ ഒരുമാതിരി നല്ലതുപോലെ പിന്നെ ഉണങ്ങിയ കണക്കൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഉണങ്ങിയിട്ടില്ല. എന്നും രാവിലെയും വൈകിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇല കൊണ്ട് നമുക്ക് ഇന്നൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലയൊന്ന് പിച്ചിയെടുക്കട്ടെ ആദ്യം. അപ്പം ഞാൻ ഒരുപാട് തവണ ഇത് കറി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഇഞ്ചിക്കറി വെക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. അതേ ടേസ്റ്റല്ല, നാരങ്ങയുടെ ആ ഇല നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്ന കണക്ക് തന്നെയാണ് ഇത് നമ്മൾ വെക്കുന്നത്. ഈ ഇല നമ്മൾ അധികം അങ്ങ് മുറ്റിയ ഇല വേണ്ട. നമുക്കൊരു കുറച്ച് ഇളം കിളുന്നലുള്ള ഒരു ഇല വെച്ച് എടുക്കാം. നമുക്ക് നമ്മൾ ഒരു മുറി തേങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല മതി നമുക്ക്. ഇപ്പോൾ ഈ ഉണക്കൊക്കെ ആയതുകൊണ്ട് വലിയതായിട്ടുള്ള കിളുന്ന ഇലയില്ല ഇതിനകത്ത്. കിളുന്ന ഇല വേണമെന്നില്ല, നമുക്ക് നല്ലതുപോലെ കിട്ടും. ഇത് നല്ല മണമൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ഒന്ന് പിച്ചി എടുക്കട്ടെ. ഞാനിന്ന് ഈ നാരങ്ങയില കറി വെക്കാമെന്ന് വിചാരിച്ചത് എന്താണെന്നറിയുമോ? ഞാനിന്ന് 2 ദിവസം കൊണ്ട് വ്രതമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വ്രതം നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ വർഷം എല്ലാ വർഷവും ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടുന്നതായിരുന്നു. 2 ദിവസത്തിന് മുമ്പേ പോകുന്നതായിരുന്നു. തലേന്ന് രാവിലെ നാളെ പൊങ്കാലയ്ക്ക് ഇന്ന് രാവിലെയൊക്കെ പോകുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പൊങ്കാല ഇട്ടായിരുന്നു. രാവിലെ പോയി പൊങ്കാല ഇട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിൽ പൊങ്കാല ഇടാമെന്ന്. അപ്പം ഞാൻ അതുകൊണ്ട് വ്രതമാണ്. അപ്പം എനിക്കൊരു കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ, എല്ലാവർക്കും ആവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ ഇന്ന് നാരങ്ങയില കറി വെക്കാം. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയ്ക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ ഒന്ന് തിരിങ്ങിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഉടച്ചപ്പോൾ അതങ്ങ് ഇളകിപ്പോയപ്പോൾ അതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ, ചെറുതായിട്ടൊന്ന് ചീകി അരിഞ്ഞെടുക്കാം. നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങയില കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ നാരങ്ങയില ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഒരു മുറി തേങ്ങയ്ക്ക് നമ്മൾ കറി വയ്ക്കുന്നത്. നല്ലൊരു ഉണക്കത്തേങ്ങ നമ്മളെടുത്തത്. നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടോ, നമ്മൾ ചെറുതായിട്ട് ജാറിനകത്തിരുന്ന്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടാകട്ടെ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പം ആ ഉള്ളി അതിലൊന്ന് നല്ലപോലെ ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം.
അപ്പോഴേ നമ്മൾ തേങ്ങ ഇട്ട് ചെറുതായിട്ടുണ്ട് മാടിയിട്ടുണ്ട് തേങ്ങ, ഒരു ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാരങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങ കിടന്ന് നല്ലതുപോലെ നമ്മുടെ തേങ്ങയുടെ കൂടെ തന്നെ നമ്മുടെ നാരങ്ങയിലയും മുരിഞ്ഞു വരും. നാരങ്ങയിലയുടെ നല്ലൊരു മണവും തേങ്ങയുടേതും ഒക്കെ ഒരു നല്ലൊരു മണം നമ്മൾ വറക്കുമ്പം വരും. ചെറിയ തീയിൽ വറക്കാൻ മതി. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് മുരിഞ്ഞു വരട്ടെ, അതുവരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അടിയിൽ നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. അപ്പോൾ അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കരിയും. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇറക്കി വെച്ച് മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിൻ്റെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ മസാല എല്ലാം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. നമ്മുടെ നാരങ്ങയിലയും എല്ലാം നല്ലപോലെ നല്ല ഒരു മണം. ഇടിച്ചമ്മന്തിക്ക് എടുത്ത് കണക്ക് തന്നെയുള്ളൊരു അതേ രീതിയിൽ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത്. ഇടിച്ചമ്മന്തിക്കൊക്കെ നാരങ്ങയില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, ഒരു മണവും ഒക്കെ കിട്ടും. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇവിടെ ചെയ്യാറുണ്ട് ഇത്. അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ഇപ്പം നമ്മുടെ തേങ്ങയും നാരങ്ങയിലയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായി. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോഴും എണ്ണ ഇന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4-5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങിപ്പോയി കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഉണങ്ങിയെങ്കിലും നല്ല മണമുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് നമ്മുടെ തേങ്ങയും മസാലയും എല്ലാം കൂടെ ഒന്നിച്ച് വറുത്തെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചാലിച്ചെടുക്കാം. നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ ഒന്ന് ചാലിച്ചിട്ട് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് എടുത്ത് വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട്
ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നേരത്തെ മസാല ഇട്ടപ്പോൾ അതിൻ്റെ കൂടെ ഇടാഞ്ഞത്. അപ്പം നമുക്കൊരു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അച്ചാറായതുകൊണ്ടാണ് ഞാനിത് കായപ്പൊടി ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം നമ്മളൊരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് നല്ലതുപോലെ ഒന്ന് ഇവിടെ നിന്ന് വെന്ത് പറ്റട്ടെ. അപ്പം ആ വറുത്ത തേങ്ങയുടേതും ആ ചെറിയ ഉള്ളി മൂത്തതിൻ്റെ അതുപോലെ നമ്മുടെ നാരങ്ങയില മൂത്തതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണം നമുക്കിപ്പം ചെയ്യുന്നുണ്ട്. ഇത് കാരണം ഇത് നമുക്ക് ഇത് കൂട്ടി മാത്രം ചോറ് കഴിച്ചാൽ മതി. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. നിങ്ങൾക്കൊക്കെ നാരങ്ങ അടുത്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക, മിക്കവാറുള്ള വീടുകളിലൊക്കെ കാണുമല്ലോ. ഇപ്പം ചെറുനാരകമായാലും വലിയ കറി നാരങ്ങ ആയാലും കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം. കറി വെച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഏകദേശം പണ്ടുള്ള അമ്മമാരൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാനിതങ്ങനെ എൻ്റെ അമ്മ ചെയ്ത് തന്ന് പഠിച്ചതാണ്. ഇത് കറി ഇനി തിളച്ചൊന്ന് പറ്റട്ടത്. അപ്പം നമ്മുടെ നാരങ്ങയിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്കൊന്ന് പകർന്നെടുക്കാം. അത് അപ്പോൾ നമ്മുടെ നാരങ്ങയിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ചോറ് കഴിക്കുമ്പോൾ ഇത് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ കറിയൊന്നൊഴിച്ച് അപ്പോൾ നമ്മുടെ നാരങ്ങയില കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നാരങ്ങയുടെ മണമൊക്കെ മുന്നേ നിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ചോറ് കഴിക്കാൻ ഈ കറി മാത്രം മതി, വേറെ കറികളൊന്നും വേണ്ട. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല നല്ല രുചിയുള്ളൊരു കറിയായത്. നാരങ്ങയിലയുടെ മണവും നമ്മുടെ ആ തേങ്ങ വറുത്തതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ.